Hi, hello guys, welcome back to my YouTube channel. I am back with yet another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ വീഡിയോ ആണ്. അതുമാത്രമല്ല കുറച്ച് എക്സ്ട്രാ ക്ലിപ്സും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെപ്റ്റംബർ 4 തൊട്ട് ഏകദേശം വീഡിയോസ് എടുക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം കിട്ടുന്നത്. എഡിറ്റ് ചെയ്യാനും എനിക്ക് ഒന്നാമത്തെ കാര്യം ചെറിയ മടി ഉണ്ടായിരുന്നു. പഴയ പോലെ ആ ഒരു എന്താണെന്നറിയില്ല, പ്രത്യേകിച്ചൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ ഓൺ എക്സാം കഴിഞ്ഞപ്പം അതിൻ്റെ മാർക്ക് കിട്ടി, PTA മീറ്റിംഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ബിസിയായി പോയി. ബിസി എന്ന് പറയുന്നതിനേക്കാളും നല്ല മടിയായിരുന്നു എന്ന് പറയാം. അത് വൺ ഓഫ് ദ റീസൺ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതിലും ഭയങ്കര ഹെക്റ്റിക്കായിട്ടിരുന്ന ടൈമിൽ പോലും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല മടിയായിരുന്നു ഈ പ്രാവശ്യങ്ങളിലൊക്കെ. അതിന് കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും വഴിയെ വരുന്ന വീഡിയോസിലൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്സാണ്. ഒന്നും പറയണ്ട, ഫിസിക്സ് ഞാൻ ഈ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചാണ്. ഞാൻ വെക്കേഷൻ എടുത്തൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു പാർട്ട് 1 കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മടിയായി. കാരണം ഇതെനിക്ക് ഓൾറെഡി അറിയാം, പിന്നെ ഇതിലുള്ള കോൺസെപ്റ്റ് നമുക്ക് അറിയാം. പക്ഷേ അത്രയും ടോപ്പിക് ബൈ ടോപ്പിക്, ലൈൻ ബൈ ലൈൻ അങ്ങനെയൊക്കെയാണ് ഇവർ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ച സാധനം വീണ്ടും അങ്ങനെ കേൾക്കുമ്പം ലൈക്ക് ആദ്യത്തെ ആ മോട്ടിവേഷനെ ഞാൻ കുറച്ച് കണ്ടു. വെക്കേഷനും കൂടി ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. അത് ഞാനത് അതേപോലെ മടക്കിയെടുത്ത് വെച്ചു. അപ്പോൾ എന്തായാലും ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഈ ക്ലിപ്സൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ അങ്ങനെ ഒരു വെക്കേഷൻ വ്ളോഗ് അല്ലെങ്കിൽ വെക്കേഷൻ സ്റ്റഡി വ്ളോഗായിട്ട് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നൈസായിട്ട് ചേർക്കുന്നു. അപ്പം നമ്മൾ കാര്യത്തിൽ നിന്ന് വഴുതി മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓണം എക്സാമിൻ്റെ മാർക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഒന്നും സാറ്റിസ്ഫൈങ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. 95% ആളുകളും അവർക്ക് കിട്ടിയ മാർക്കിൽ അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഇൻക്ലൂഡിങ് മീ. ആൻഡ് ആ ഒരു 5% ആൾക്കാർ, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു, എന്നും പഠിച്ച് നന്നായിട്ട് വർക്ക് ചെയ്ത് പ്രീവിയസ് ഇയർ NCERT ഒക്കെ സോൾവ് ചെയ്ത ആൾക്കാരായിരിക്കും അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ അവരോടൊക്കെ ചോദിച്ചറിയാലേ അവർ എന്തുമാത്രം എഫോർട്ട് ഇടുന്നുണ്ട് എന്നതിനേക്കാളും നമ്മളിൽ കൂടുതൽ ആളുകളും എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ എക്സാം അടുക്കുന്ന ആ ഒരു 1-2 ആഴ്ചയാണ് ഭയങ്കര എഫോർട്ട് ഇട്ട് പഠിക്കുക. പക്ഷെ അതേ എഫോർട്ട് നമ്മൾ ഇന്നും ഒരു 2 മണിക്കൂർ പഠിക്കാൻ റെഡിയാവുകയാണെങ്കിൽ, അന്നന്ന് പഠിക്കാൻ റെഡിയാവുകയാണെങ്കിൽ മോസ്റ്റ്ലി ഇത് ഭയങ്കര ഈസിയാണ്. നമ്മൾ വിചാരിക്കുമോ അന്നന്ന് പഠിക്കാമെന്ന് പറഞ്ഞൊട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല എന്ന്. ആദ്യത്തെ കുറച്ച് ദിവസം ഇത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് ശീലിച്ച് നോക്കൂ, ഇറ്റ് വുഡ് ബി ദ മോസ്റ്റ് ഈസിയസ്റ്റ് തിങ്. ആൻഡ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ ജസ്റ്റ് അധികം എഫോർട്ടൊന്നും ഇടേണ്ടി വരില്ല. നിങ്ങൾക്ക് നല്ല സമയം ഉറങ്ങാനുണ്ടായിരിക്കും, നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെ ഈ ഒരു പരീക്ഷയുടെ തലേന്നൊക്കെ പഠിക്കുന്ന മാക്സിമം 10th വരെയൊക്കെ നടക്കുള്ളൂ. പരീക്ഷയുടെ തലേന്ന് പഠിക്കുക, നല്ല സ്കോർ വാങ്ങിക്കുക എന്നുള്ളത് +1 +2 നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് ജയിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ്, നമ്മൾ എവിടെയാണ് ഭയങ്കര കെയർലെസ് ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഓൺ എക്സാമിൻ്റെ മാർക്ക് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എബോവ് ആവറേജ് ലെവൽ എന്ന രീതിയിലാണ് പോകുന്നത്. ഭയങ്കര മാർക്സ് ഒന്നും ഇല്ല, ഞാനതിലൊട്ടും സാറ്റിസ്ഫൈഡും അല്ല, നന്നായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ എന്നെ വലുതായിട്ട് റിഗ്രറ്റ് എടുപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ പകുതി പോലും എഫോർട്ട് ഇട്ട് പകുതി എഫോർട്ട് ഇട്ട രീതിയിലാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാച്ചിലർ ക്ലാസ് ആണെങ്കിലും ഒരുപാട് പെൻഡിങ് വന്നു. അതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ റീസൺസ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണോ, പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്ന് മാറ്റി വെക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ദാറ്റ് സിംഗിൾ പേപ്പർ വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. നിങ്ങളോട് പലരും പറയും, അയ്യോ ആ പേപ്പർ കൊണ്ടൊന്നും അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാമെന്ന്. പക്ഷേ സ്റ്റെപ്പ് ഓഫ് എ ടോക്സിക് മോട്ടിവേഷൻ. പക്ഷേ യെസ്, ഇറ്റ്സ് ദ ട്രൂത്ത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാം പറയുമ്പം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. അല്ലാതെ നിങ്ങളാരും ഇത് നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത്. എന്തായാലും എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ള ചില ഡൗട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഒരു 4 മിനിറ്റും 30 സെക്കൻഡും കണ്ടേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പറയാനുള്ള കാര്യങ്ങളും ചുരുക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഒരു ലോങ് വീഡിയോ ചെയ്യാം, അതേപോലെ ഒരു സ്റ്റഡി ചലഞ്ച് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അടുത്തൊരു സ്റ്റഡി ചലഞ്ച് വീഡിയോയും അതേപോലെ അക്കാഡമിക് കംബാക്കിനുള്ള പ്ലാനും ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ